ഞാനും എൻ്റെ മകനും കൂടി കാശ്മീർ യാത്രയ്ക്ക് പോവുകയാണ്. അത് സൈക്കിൾ ക്യാരവാനിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണ് ഇന്ന് മുതൽ ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 6-4 ബെഡ്റൂമാണ്. അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാൽ നമുക്ക് ഒരു 2-2.5 പീസ് ആൾക്കാർക്ക് കിടന്നുറങ്ങാം. അങ്ങനെ ഞാനും ഉണ്ണിമോനും ചെറുതാണ്. പിന്നെ എന്നെക്കാളൊരു ഇത്തിരി തടി തോന്നിക്കുന്ന ഇവർക്കാണെങ്കിലും 3 പേർക്കും കൂടെ സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാവപ്പെട്ടവൻ്റെ ക്യാരവൻ. അതായത് പാവപ്പെട്ടവൻ്റെ ക്യാരവൻ, പാവപ്പെട്ടവൻ്റെ ബെഡ്റൂം. പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് പാവപ്പെട്ട ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്ത് പോകാൻ പോകുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിന്ന് കാശ്മീരിലേക്കാണ് ഈ ഫാമിലി പോകാൻ പോകുന്നത്. അവർ പോയി കിട്ടുന്ന പൈസ കൊണ്ട് ഭിന്നശേഷിക്കാരായ 5 പാവപ്പെട്ടവർക്കാണ് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് അവർ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കേരളത്തിൽ യാത്ര ചെയ്ത് വസ്തുവൊക്കെ മേടിച്ചിട്ടുണ്ട്. വയനാട് താമസിക്കുന്ന ഫാമിലിയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിന്റെ പൂട്ട് കാണണോ? ഇതുണ്ടോ? താക്കോൽ ഓണാക്കി കഴിഞ്ഞാൽ മീറ്റർ ഓണായി. ഇത് 7 ഇഞ്ചിന്റെ 7 ഇഞ്ചിന്റെ ഒരു മീറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓടുന്ന കിലോമീറ്റർ സ്പീഡ് കാണാൻ പറ്റും, ബാറ്ററി വോൾട്ടേജ് കാണാൻ പറ്റും. അത് ഇങ്ങനെ കട്ട രൂപത്തിലും കാണിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇൻഡിക്കേറ്ററിന്റെ സിഗ്നൽ ഇവിടെ കാണിക്കും. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന് കാണിക്കും. പിന്നെ ഹെഡ്ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിന്റെ ലൈറ്റിന്റെ സിമ്പിളും ഇതിനകത്ത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ കിലോമീറ്റർ സ്പീഡും ടോട്ടൽ കിലോമീറ്ററും ബാറ്ററി പെർസെൻറ്റേജ് എല്ലാം ഈ ഒരു മീറ്ററിൽ വെറും 450 റുപ്യ ഉള്ളൂ കേട്ടോ. അത് കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ വരുത്തിച്ചാണേ. അപ്പോൾ ഇത് പറഞ്ഞാൽ തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിന്റെ പൂട്ട്. നമ്മുടെ പാവപ്പെട്ടവന്റെ കാരവനല്ലേ, കിടക്കട്ടെ വെച്ചു. ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ കേട്ടോ. അതിന് നടുക്കാണ് നമ്മൾ ഒരു 35 അതിൻ്റെ ക്യാൻ വെച്ചിട്ട് സെറ്റാക്കും. അതുപോലെ രണ്ട് വീലിലും 6 ഷോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. ഇനിയും പോരാ, 2 ഷോക്കും കൂടെ വെച്ചാലേ ശരിയാവത്തുള്ളൂ. ഒരു ഇതുണ്ട്. അപ്പോൾ ബാറ്ററി ഇതാ നടുക്ക് ബാറ്ററി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങളാണ്. 2 മോട്ടറും വെച്ചിട്ടുണ്ട്, 2 വീലിൽ 2 മോട്ടറും വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറ്റൊക്കെ വരുമ്പോൾ നമുക്ക് അത് 2 ഉപയോഗിച്ചിട്ട് അങ്ങനെ കയറി പോവാം, ചവിട്ടുകയും ചെയ്യാം. ഒരാൾക്ക് സിമ്പിളായിട്ട് നിരന്ന റോഡിൽ കൂടെ ആണെങ്കിൽ ഒരാൾക്ക് സിമ്പിളായിട്ട് ചവിട്ടി പോകാം. അപ്പോൾ ഇത്രയും സെറ്റപ്പുകളാണ് നമ്മുടെ ഈ വണ്ടിയിലുള്ളത് കേട്ടോ. ആവശ്യമുള്ള സമയത്ത് ലാവശ്യമായിട്ട് എവിടെ വേണമെങ്കിലും കാറ്റ് പിടിക്കാം. ഇതാ കയ്യിലിരിപ്പുണ്ട് സാധനം. ഇതിന് നമുക്ക് എവിടെ എവിടെയെങ്കിലും ഫിറ്റാക്കണം കേട്ടോ. ഇതിന് മാത്രമല്ല 2 ഉണ്ട്. അപ്പോൾ ഒന്ന് ഫ്രണ്ടിലും ഒന്നും ബാക്കിലാകുമ്പോൾ അത്യാവശ്യം എയറും കാര്യങ്ങളൊക്കെ കിട്ടും. ഹായ്, എൻ്റെ പേര് റനീഷ് എന്നാണ്. ഇത് മോനാണ് റിയോ, ഇത് രജനി വൈഫാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ സൈക്കിൾ ചവിടുന്നത് കേട്ടോ. ഈ കിടക്കുന്ന ഒരു സൈക്കിൾ തന്നെയാണ്, സൈക്കിളും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവാനും 2 സൈക്കിളും കൊണ്ടാക്കിയ ഏറ്റവും വലിയ സൈക്കിൾ ക്യാരവാൻ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വണ്ടിയിൽ ബാക്കിലൊക്കെ പാഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്തനാപുരത്ത് നിന്ന് നേരെ കന്യാകുമാരി ചെന്നിട്ട് അവിടെ നിന്ന് തമിഴ്നാട്, ആന്ധ്ര വഴി അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് കുഞ്ഞൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ആദ്യത്തെ യാത്ര കേരള യാത്രയായിരുന്നു, കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ. ആ യാത്രയിൽ ഇതേപോലത്തെ മറ്റൊരു വണ്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് ഞങ്ങളിപ്പോൾ വയനാട്ടിൽ 22 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങി അവിടെ 5 പേർക്ക് തറ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായ 5 കുടുംബങ്ങൾക്ക് അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കൂടെയുള്ള ആൾ ഒരു 4 മാസം മുമ്പ് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് പോയി തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വൈഫും കൊച്ചൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 സൈക്കിളും കൂടെ ഉണ്ടാക്കിയാണ്. ഇതിനകത്താണ് ഞങ്ങളുടെ താമസവും ഭക്ഷണവും യാത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തിനാണ്. ലൈറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാത്തിനും സോളാർ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 മോട്ടറുണ്ട്. രാത്രി പോകാനാണെങ്കിൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യാത്ര മാക്സിമം നമ്മൾ കുറച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയൊരു നീണ്ട ഒരു 1.5 വർഷത്തെ യാത്രയായിരിക്കും. ഓൾ ഓവർ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഒന്ന് കവർ ചെയ്യണം. അങ്ങനെ പോയി വരുമ്പോഴത്തേനും ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശങ്ങൾ സഫലമാവണം. അപ്പോൾ നമ്മുടെ ഒരു പേജ് ഉണ്ട്, മിഷൻ 1 റുപ്പി എന്ന് പറഞ്ഞിട്ട്. യൂട്യൂബിലും ഗൂഗിളിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് ഓരോ മെഡലുകളാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ചേച്ചിയുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് രജനി. പള്ളിക്ക് സുഖമില്ലാത്തതുകൊണ്ട് സൗണ്ട് ഉണ്ടാവില്ല. മോന് റിയോ. നിങ്ങള് അച്ഛനും അമ്മയും എല്ലാവരും ഒന്നിച്ചങ്ങ് യാത്ര ചെയ്യുക. ഇതാണ് നിങ്ങളുടെ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞു? കാശ്മീരിലേക്കാണ് പോകുന്നത്. ഈ വണ്ടിക്കകത്തുള്ള സെറ്റപ്പുകൾ എന്തൊക്കെയാണെന്ന് പറയാവോ? ഹലോ, അപ്പൊ പറയാല്ലേ? അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 2 സൈക്കിളും കൊണ്ടുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്യുവൽ ഇലക്ട്രിക് പെഡൽ സൈക്കിൾ ക്യാരൻ എന്ന് പറഞ്ഞാൽ വേൾഡ് ബിഗ്ഗസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു കാറിൻ്റെ രൂപത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട് കേട്ടോ. അത് പിന്നെ പോകുന്ന വഴിക്ക് പിന്നെ ചെയ്യാമെന്ന് വെച്ചു.
രണ്ട് മിററും വെച്ചിട്ടുണ്ട്, ബാക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡിൽ ഇൻഡിക്കേറ്ററിൻ്റെ ഇല്ല, ഇൻഡിക്കേറ്റർ കുറച്ച് വയറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാണ്ട് ഫ്രണ്ടിൽ ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പോളികാർബൺ ഷീറ്റാണ് കേട്ടോ, നമുക്ക് അത്യാവശ്യം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആണ്, ഒച്ചപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആണ് സാധനം. പിന്നെ നമ്മൾ രണ്ട് സൈഡിലും ഡോർ വെച്ചിട്ടുണ്ട്, രണ്ട് സൈഡിലും ഡോറുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും കയറാൻ പറ്റും. രണ്ട് സൈക്കിളാണ്, പക്ക രണ്ട് സൈക്കിള്. നമ്മൾ ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് സൈക്കിൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത രണ്ട് സൈക്കിളും നമ്മളെ ഐഡിയയിൽ ഉണ്ടാക്കിയെടുത്ത് സെറ്റാക്കിയതാണ്. പിന്നെ ഇതൊരു മീറ്റർ കൺസോളെന്നോ അല്ലെങ്കിൽ ഡാഷ് ബോർഡെന്നോ എന്ത് വേണമെങ്കിലും പറയാവുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം, ലൈറ്റിലേക്ക് വേണ്ട നല്ല സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് പിന്നെ ഒരു ഡിജിറ്റൽ മീറ്റർ ഉണ്ട്, വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്ക് കാണാൻ വേണ്ടി ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിങ്ങളോട് പറഞ്ഞു, പക്ഷെ ആരോടും ഞങ്ങൾ പൈസ ചോദിച്ച് വാങ്ങത്തില്ല കേട്ടോ. നമ്മളിത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, കാരണം ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം 5 പേർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരാളോട് ഞങ്ങൾ പൈസ ചോദിച്ച് വാങ്ങത്തില്ല. മാക്സിമം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ വരും. പിന്നെ യാത്രയുടെ ഉദ്ദേശങ്ങൾ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് അയച്ചു തരുമോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തരുമോ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഗൂഗിളിൽ കിടപ്പുണ്ട്. മിഷൻ 1 റുപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥലം, അതായത് വീട് പണിയുന്ന ലൊക്കേഷനും നമ്മുടെ പണ്ടത്തെ വീഡിയോകളും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലൊക്കെ വന്ന ന്യൂസുകളും എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ മാക്സിമം കാണാൻ സപ്പോർട്ട് ചെയ്യാം. അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറ്റി ഒരു 11 മണിയാകുമ്പോൾ കുറ്റി വരും, അതൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാണ്ട്, ഇപ്പോൾ പെട്ടെന്ന് യാത്ര പോകാൻ വേണ്ടിയുള്ളതുകൊണ്ട് എല്ലാം കൂടെ വാരി വലിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കുക്കിംഗ് ഏരിയ. അപ്പോൾ ഇനി നമുക്ക് വാട്ടർ ടാങ്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഇങ്ങനെ ഇത് ബെഡ്റൂമാണ്, ഞങ്ങൾക്ക് 3 പേർക്കും കൂടി കിടന്നിറങ്ങാനുള്ള ബെഡ്റൂമാണ് കേട്ടത്. സുഖമായിട്ട് ഇത് നിവർത്തിക്കുന്നുണ്ട്, സുഖമായിട്ട് 3 പേർക്ക് കിടക്കാം. പിന്നെ ഫാനൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ പണ്ടത്തെ വണ്ടി ചെയ്ത പോലെ തന്നെ ഫോം ഷീറ്റും തെർമോക്കോളും കൊണ്ടാണ് മൊത്തം കവർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ചൂടും തണുപ്പും കുറവായിരിക്കും. എന്നാലും ചെറിയ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിന് ഹാൻഡിലൊക്കെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ തലക്കെട്ടുള്ള ലോറിയില്ലേ, അത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ഉള്ളിൽ ഒരു ചെറിയൊരു ലഗേജ് സ്പേസ് ഉണ്ട്. വണ്ടി നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ചെറിയ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് കിച്ചൺ ഏരിയ ആണ്. ഇപ്പം നമുക്ക് ലഗേജൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ലഗേജ് എല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റപ്പ് ആക്കിയിരിക്കുക. ഇവിടെ ഗ്യാസൊക്കെ